ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നല്ലൊരു ഉറക്കും പാസ്സാക്കി നീച്ച് വന്നപ്പോഴാണ് ഉച്ചക്കത്തെ ഫുഡൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. വെറുംചോറ്, ചക്കക്കുരും, അതേപോലെ മുരിങ്ങാക്കായ ഇട്ടുള്ള കറി, തേങ്ങ അരച്ച കറി, ചക്ക കൂട്ടാൻ, അതേപോലെ തന്നെ ബീഫ് വരട്ടിയത് കേട്ടോ. നല്ല അടിപൊളി വരട്ടും. അപ്പോൾ നല്ല ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങി. ഇപ്പം നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് നീച്ച് വന്നപ്പോഴാണ് ഇവിടെ ഒരു പരിപാടി. എന്താന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ നീച്ച് വന്നപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇത്. അച്ചാറിടാനാണ് കാരണം. ഇന്നലെ ഓല് വന്നപ്പോഴേ ഉമ്മൻ്റെ അടുത്തോലൊക്കെ വന്നപ്പോൾ ഒരു കവറ് നിറച്ചും മാങ്ങയും ചക്കയൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ചക്ക ഒന്ന് കൂട്ടാൻ വെച്ച് ചക്കക്കുരു കറിയും വെച്ച് അല്ലേ. അപ്പോൾ ഇനി ഇത് അരിയാനുള്ളതാട്ടോ. ഇത് അരിഞ്ഞതാണ്. ഇപ്പം ഉമ്മ ഉണ്ടായിന് ഇവിടെ അരിയാൻ. ഉമ്മ ഇപ്പോൾ ഓളിയും കൊണ്ട് അപ്പുറത്തേക്ക് അങ്ങോട്ട് പോയിട്ടോ. ഇത് ഇവളാണ് മാങ്ങച്ചാറ്. ഉമ്മൻ്റെ മാങ്ങച്ചാറ് നല്ല രസമാണ്. ഇനി ഇതെങ്ങനെയാണെന്ന് അറിയില്ല, ഇട്ടോക്കട്ടെ. അപ്പോൾ കുറച്ച് എനിക്ക് കൊണ്ടുപോകാനും വേണം. പിന്നെ ഇജ് കൊണ്ടുകൊണ്ടോ? അച്ചാറ് ഉമ്മയാണ്. ഓളറിഞ്ഞ് ഞാൻ അരിഞ്ഞു തരാന്ന്. അപ്പോൾ ഓൾ അരിയാനാക്കിയതാ. ഓള് കുഞ്ഞാപ്പിയാക്കി ഇങ്ങനെ അരിയേനി. അപ്പൊ ഉമ്മ കുറച്ച് വലുതാക്കിയാണ്ട് അരിയല്. ഇത് ആരില്ലാത്ത മാങ്ങയാണ്. സിന്ദൂരം മാങ്ങയാണ്. സിന്ദൂരം മാങ്ങ പേരൊക്കെ ഉണ്ടോ? പേരുണ്ട്. ഇതിന്റെ പേര് സിന്ദൂരം മാങ്ങയാണെന്നാ പറഞ്ഞത് കേട്ടോ. കുഞ്ഞുട്ടിയൊക്കെ പറഞ്ഞ സിന്ദൂരം മാങ്ങ. ഇത് ആരൊന്നുമില്ല, പുളിയില്ല കേട്ടോ. പുളിയില്ലാത്ത മാങ്ങ. നീച്ച് വന്ന് ചായ കുടിച്ച്, ചായക്ക് കടിയൊന്നൊന്നുമില്ല. ഇനി കട്ടൻ ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ആരോ ചോദിച്ച് നിങ്ങളെ വീട്ടിൽ എത്ര മക്കളാണെന്നൊക്കെ. നമ്മൾ 4 മക്കളാട്ടോ. ഉമ്മയുണ്ട്, അതേപോലെ വാപ്പ ഉണ്ട്. വാപ്പ അറിയണ ഇപ്പച്ചിട്ടോ. ഇപ്പച്ചിനെയാണ് വാപ്പ അറിയണത്. വാപ്പയുണ്ട്, അതേ ഇമ്മമ്മ ഉണ്ട്, വാപ്പൻ്റെ ഉമ്മ ഉണ്ട് കേട്ടോ. പിന്നെ 4 മക്കള്. ഇവളാണ് വലുത്. പിന്നെ അതിൻ്റെ താഴെ ഒരാളുണ്ട്, ആങ്ങളുണ്ട്, പിന്നെ ഞാന്, പിന്നെ എൻ്റെ താഴെ ഒരാളുണ്ട് കേട്ടോ. അങ്ങനെ 4 മക്കളാണ്. അപ്പോൾ 2 ആണും 2 പെണ്ണും. അപ്പോൾ ഞങ്ങളെ 2 കല്യാണം കഴിച്ചു. ഓളെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 10 വർഷമായി ഓളെ കല്യാണം കഴിഞ്ഞിട്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 3.5 വർഷമായി. ഓളെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. നമ്മളെ ആങ്ങളുടെ നിക്കാഹ് കഴിഞ്ഞിട്ടോ. കല്യാണം കഴിഞ്ഞിട്ടില്ല, നിക്കാഹ് കഴിഞ്ഞിട്ട്. ഓൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷം ആവാനായി. ജൂൺ 1 ഇനി ഓൻ്റെ നിക്കാഹ്. അപ്പോൾ ജൂൺ 1 വന്നാൽ 1 വർഷമാവും. പിന്നെ താഴെയുള്ള ആള് ചെറുത് പറഞ്ഞാൽ ഓനിപ്പോൾ 19 വയസ്സായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ താഴെയുള്ളത്, എൻ്റെ താഴെയുള്ളത് ഞങ്ങൾ എങ്ങനെ ഇടവിട്ടാണ്ട അല്ലേ. ഫസ്റ്റ് പെണ്ണ്, പിന്നെ ആണ്, പിന്നെ ഞാൻ പെണ്ണ്, പിന്നെ ആണ്. അങ്ങനെ കേട്ടോ 4 മക്കള്. അപ്പം ആരോ ചോദിച്ചിനി. അപ്പം ഇതാ ഇന്നലെയൊക്കെ വിരുന്നാരേനി. ഇപ്പം വിരുന്നാരൊക്കെ പോയിപ്പോൾ ഞങ്ങൾ ഒറ്റക്ക് അയക്കണ്. പോകാനായി. നാളെ ഞാൻ പോകും, മറ്റന്നാൾ ഓളും പോകും. ഓള് മദ്രസൊക്കെ തുറക്കാനായി. എനിക്ക് പിന്നെ മദ്രസ് പോകണമല്ലൊന്നും ഇല്ല, എന്നാലും പോകാനായി. പിന്നെ ആരൊക്കെ ചിന്നു എവിടെ, ചിന്നു സുഖാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലുമാണ്, ചിന്നുവിൻ്റെ വീട്ടിലുമാണ് കേട്ടോ. അതുകൊണ്ടാണ് ചിന്നുവിനെ കാണാത്തത്. അപ്പം ചിന്നുവിന് സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ മെസ്സേജ് അയച്ചിന്. അപ്പം ഞാനിവിടെ, ചിന്നു അവിടെ ആയതുകൊണ്ടാണ്. ഞങ്ങൾ 2 ആളും വയക്കാട് എത്തുമ്പോഴേ ഞങ്ങളെ 2 ആളെയും ഒരുമിച്ചുള്ള വീഡിയോ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഞാൻ നാളെ പോകും. ഇന്ന് എന്നെ കൊണ്ടുപോകാൻ വരുമെന്ന് പറഞ്ഞിനി. അപ്പം നാളേക്ക് ആയിരുന്നു. നാളെ ഇൻഷാല്ലാ പോകും. അപ്പോൾ ചിന്നു ഞാൻ എന്നാ വരണേന്ന് അറിയില്ല. ചിന്നും വന്നിട്ട് ചിന്നുവിനെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം ഉമ്മി വന്നിട്ട് കേട്ടോ. എൻ്റെ കുട്ടി വീണ്ടും ഉറങ്ങിയായിരുന്നു. സമയം പാങ്ക് കൊടുക്കാനായി. അപ്പം ഉമ്മി വന്നിക്കണം. ഇപ്പം ഇമ്മ അതെങ്ങനെ ആക്കി കൊടുക്കും, ഇങ്ങനെ ഇതാക്കി കൊടുക്കും. ഓള് അങ്ങനെ കുഞ്ഞാപ്പിയാക്കി ഇങ്ങനെ ആരെയും ചെയ്യും. അത് വീണ്ടും ചെറുതായിന് വളയാൻ്റെ അരച്ചില് വലിയ കഷ്ണാക്കേണ്ട അമ്മ അറിയല് ഇല്ല. അമ്മ വലുതാക്കിയാണ്ട് അത് നിങ്ങളല്ല ഇടണേ. ഇന്ന് ഓളാട്ടോ ഉച്ചക്ക് ബീഫ് വെച്ചിരുന്നത്.
അടിപൊളിയാണ്, നല്ല രസമുണ്ട്. ഇമ്മാൻ്റെ നല്ല രസം. എന്താണാവോ എനിക്ക് ആ കൈപ്പുണ്യം കിട്ടിയില്ല. ഇമ്മ ഓക്ക് കൊടുത്തു തോന്നുന്നു കൈപ്പുണ്യം ഇല്ലമ്മ. ഇമ്മച്ചിന്റെ അമ്മ ആദ്യം ഭയങ്കര കുക്ക് ചെയ്നി, നല്ല ടേസ്റ്റ് ചെയ്നി. പെരുന്നാളൊക്കെ വന്നാലില്ലേ ഇമ്മച്ചിന്റെ അമ്മ അങ്ങനെ ബീഫ് വരട്ടു കിട്ടും. എന്നിട്ട് ബീഫ് മാത്രം തിന്ന, എല്ലാരും അവിടെ പോയിക്കാണ്ട് ബീഫ് മാത്രം തിന്നു. ഇപ്പൊ ഉമ്മച്ചിന്റെ ആ ടേസ്റ്റ് ഒക്കെ പോയി തോന്നും. അപ്പൊ ഈ മകക്ക് കൊടുത്തതാ തോന്നുന്നുണ്ട്. ഈ മകള് നേരെ ആ മകക്ക് കൊടുത്തത്. ഇമ്മച്ചിന്റെ അമ്മക്ക് ഒരു സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടായിന്. ആദ്യത്തെ ഒരു നെയ്ച്ചോറും ബീഫും പിന്നെ അതേമാതിരി തന്നെ നെയ്ച്ചോറും നല്ല നാടൻ കോഴിന്റെ കറിയൊക്കെ, അതൊക്കെ ഭയങ്കര ടേസ്റ്റ് ഇല്ല. അപ്പൊ ഇപ്പൊ അത് ഇവൾക്കായി. ഇവളിപ്പോ ബീഫ് വെച്ചാ നല്ല രസം, അപ്പൊ ഇമ്മി വെച്ചാ നല്ല രസാട്ടോ. എനിക്ക് അത്ര അങ്ങോട്ട് ഇല്ലാന്ന് തോന്നണില്ല. പക്ഷേ ഞാൻ വെക്കലൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങള് വെക്കണേന്റെ അത്ര ഒരു ഞാൻ ചെറുതാണല്ലോ, ഇപ്പൊ നേരെ കിച്ചണില് കയറിയ ആളല്ലേ. ഇവലൊക്കെ കൊറേ കാലങ്ങളോ അതുകൊണ്ടായിരിക്കും. 28 വർഷമായിട്ടോ കിച്ചണില് കേറിയിട്ട്. അത് പറഞ്ഞു ഇമ്മ 28 വർഷമായി ഇമ്മാന്റെ കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷെ 26 വർഷമായപ്പോഴ അല്ല 28 അല്ലേ 29 ആയില്ലേ? 29 വർഷമായിട്ട് ഉമ്മാന്റെ കല്യാണം കഴിഞ്ഞിട്ട് 26ാം വർഷം ആയപ്പോഴാണ് ഇമ്മാക്കൊരു സിങ്കും പൈപ്പും കിട്ടിയത് പാത്രം കഴുകാൻ. അതുവരെ ഇമ്മ കിച്ചണിൽ പണിയെടുത്തിട്ട് പുറത്ത് കൊണ്ടുവച്ചിട്ടേനിട്ടോ കഴുകല്. ഞങ്ങളുടെ ആദ്യത്തെ ചെറുതേനി. അപ്പൊ ഈ വീടെടുത്തപ്പോഴാണ് ഉമ്മാക്ക് കഴുകാൻ. എല്ലാവരും പറയാലോ, ആൾക്കാരൊക്കെ പറയാം എന്നാണ് ഈ കുഞ്ഞിമാക്ക് ഒരു സിങ്കും പൈപ്പും ആവാൻ. കാരണം എല്ലാവർക്കും ആയിട്ടും ഞങ്ങൾക്കായിട്ടില്ലേ. ഇമ്മ അങ്ങനെ പുറത്ത് കൊണ്ടുവച്ച് കഴുകും. എന്നിട്ട് ഞാനും ഇവളൊന്നും പാത്രം കഴുകാൻ കൂടൂല. കാരണം നമ്മക്ക് മടിയേനി, ഇങ്ങനെ അവിടെ ഒക്കെ പോയി കഴുകാനും മടിയേനി. മടി പറഞ്ഞാല് കുത്തർന്ന് ഇങ്ങനെ കഴുകണം, നിലത്തിരുന്ന് ഇങ്ങനെ തേച്ചുണ്ടാക്കി കഴുകണം. എന്നിട്ട് ഇമ്മ അങ്ങനെ കഴുകും. അപ്പൊ ഇപ്പോഴാണ് ഇമ്മക്ക് ഇങ്ങനെ ഒരു സിങ്കും അതേപോലെ ഒരു പൈപ്പൊക്കെ കിട്ടി പാത്രമൊക്കെ കഴിക്കൽ തുടങ്ങിയല്ലേ അമ്മ? നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിനു അങ്ങനെ ആവണം എന്നൊക്കെ? ഇമ്മക്ക് പൂതിയില്ല. ഞങ്ങളൊക്കെ പറയും ഇങ്ങക്ക് ഒരു ആവശ്യമില്ല എന്നിട്ടാണ് നമ്മക്ക് ആവാത്തതില് പണ്ടോ. ഇമ്മ ഇങ്ങ നിക്കും. ഉമ്മാക്ക് ഇല്ലേലും പ്രശ്നമില്ല, ഇനിയിപ്പൊ ഉണ്ടായാലും പ്രശ്നമില്ല, ഇല്ലെങ്കിലും പ്രശ്നമില്ല. എന്നിട്ട് ഞങ്ങള് ഇമ്മ അങ്ങ് പരാതി ഒന്നും പറയില്ല കേട്ടോ. ഇങ്ങനെ ഇല്ലല്ലോ അങ്ങനെ ഒന്നും പറയില്ല. എന്നിട്ട് എനിക്കും ഒക്കെ ദേഷ്യം മുടിച്ചു. ഞങ്ങളറിയാം നിങ്ങളിങ്ങനെ കുത്തിർന്നിട്ടാണ് നമ്മക്ക് ഇതൊന്നും ഇല്ലാത്തത് എന്നൊക്കെ പറയും ഞങ്ങള്. ഇപ്പൊ ഉമ്മാക്കും ആയി. ഇനി ഉമ്മാക്ക് അടിയിടാണ്ട് അത് മൂത്തിയില്ലല്ലോ അമ്മ. അണ്ടി ഇനിയും ഉണ്ട് കേട്ടോ പണികള്. അടിയൊക്കെ ഇടാണ്ട് ഇൻഷാ അല്ലാ അതും ഇടണം. ഉമ്മാനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നപ്പം നില അടി മണ്ണല്ലേനമ്മ, നിലൊക്കെ മണ്ണേനി. അവിടുത്തെ വീടും മണ്ണും വീടേനിട്ടോ. പിന്നെയാണ് ഉമ്മക്ക് കാവിട്ട്. ഇനിയിപ്പോൾ ഈ വീടായപ്പോൾ അടി ഷീറ്റാണ്. ഇനിയിപ്പോൾ അടുക്കളയൊക്കെ ഇതാട്ടോ സിമെന്റ് ഇങ്ങനെ കലക്കി തേക്കൂല, അങ്ങനെയാണ് അടുക്കള. അപ്പൊ അവിടുത്തല്ലേ. അപ്പൊ ഇത് പിന്നെ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് കേട്ടോ. നമ്മളെ അടുത്ത വീട് നമ്മൾ ഇന്നലെ പോയില്ലേ, ഇമ്മാന്റെ കൂടിയൊക്കെ നല്ല ഓർമ്മ ഉണ്ട്. എന്താ നല്ല ഫുള്ള് മണ്ണിന്റെ വീടേനി. എനിക്ക് അത്ര ഞാൻ വെല്ലുട്ടിയാരൊക്കെയാണ് പൊളിച്ചാണ്ട് ഒലിപ്പുള്ള വീട് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഉമ്മ, എൻ്റെ ഉമ്മ. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇതൊന്നുമില്ല. വാപ്പക്ക് പ്രത്യേകിച്ച് വാപ്പ മെയിൻ പണി എന്തേന്ന് വെച്ചാല് പടവ്, തേപ്പ്, ടൈൽസ് ഒട്ടിക്കല്, അതേനി വാപ്പന്റെ പണി. പിന്നെ ഗൾഫായി പിന്നെ ഇങ്ങനെ കുക്കിങ്ങും ഇതൊക്കെ തുടങ്ങി. അപ്പൊ കുക്കിങ്ങും ആയി. ഇനിയിപ്പോ ആവാനെന്താ ഒന്നും ബാക്കിയില്ല. എല്ലാ പണിയും എടുത്ത് ബാപ്പ. ഇപ്പൊ നിലവിൽ എന്താ വെച്ചാൽ ആരെങ്കിലും വിളിച്ചാൽ ഇങ്ങനെ പോകും, അത്ര ആയിപ്പോ. പിന്നെ നമ്മളെ വീടിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഫുള്ള് പടവ് നമ്മളെ വാപ്പയാട്ടോ. ഒരു കല്ല് ഈ വീടുമത്തെ ഒരു കല്ല് പോലും വാപ്പ തൊടാത്തതില്ല. കാരണം കോണിക്കൂടും എല്ലാതും ഫുള്ള് ഈ വീട് ഫുള്ള് പടുത്തത് വാപ്പയാണ് കേട്ടോ. ഹെൽപ്പർമാര് ഞാനും ഉമ്മയും ബാവയും. ബാവ പറഞ്ഞാൽ എന്റെ ചെറിയ ആങ്ങളട്ടോ. ഞങ്ങൾ 3 ഇനി ഹെൽപ്പർമാര്. അങ്ങനെയാണ് പണി. പിന്നെ ഒരു കാക്ക ഉണ്ടായിട്ടോ, വലിയ കല്ലൊന്നും ഞങ്ങളോട് പൊന്തിച്ച് കൊടുക്കായൂലല്ലോ. അപ്പൊ പൊന്തിച്ച് കൊടുക്കായൂലല്ലോ. അപ്പൊ ഒരു കാക്കിയും കൂടി ഉണ്ടായിട്ടോ, അമ്മച്ചിന്റെ മൂത്താപ്പാന്റെ മകന്.
അപ്പൊ ഒരു കാക്കി ഉണ്ടായിന്. അങ്ങനെയാണ് വീട് പണിയൊക്കെ എടുത്തത്. ഇപ്പൊ ഇവളെ മക നീച്ച് വന്നിക്കണ്. അപ്പൊ ഓനെന്തോ സ്വപ്നം കണ്ടു വന്നിക്കണ്, പത്തിരി എന്തോ കണ്ടു വന്നണല്ലോ. അപ്പൊ ഓന് പത്തിരി വേണമെന്നപ്പോ പറയണത്. അപ്പൊ ഞമ്മക്ക് അച്ചാറൊക്കെ ആയിട്ട് കാണാം അല്ലേ? അച്ചാറൊക്കെ ആയിട്ട് കാണട്ടോ. ഇനി നിന്നെ പറ്റി എന്തെങ്കിലും അറിയാണ്ടെങ്കിലൊക്കെ ചോദിച്ചോളി, നമ്മളിങ്ങനെ പറഞ്ഞുതരാട്ടോ. അങ്ങനെ അതാ നമ്മളെ അച്ചാർ പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. അപ്പൊ ഇതുവരെ പിന്നെ ബാങ്ക് കൊടുത്തിട്ടോ. നമ്മള് ഇത് അരിയലൊക്കെ കഴിഞ്ഞപ്പോത്തിനും ബാങ്ക് കൊടുത്തപ്പോ പിന്നെ എല്ലാരും പോയി. ഇമ്മ അതാ അടക്ക അരിയല് കഴിഞ്ഞിനി, ബാക്കിയൊക്കെ ഉമ്മ അടട്ട് പിന്നെ പോയി. പിന്നെ നിസ്കാരവും ഇത് ഓത്തും ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ നമ്മൾ എന്താക്കണ അച്ചാറിടാൻ പോണത് കേട്ടോ. അപ്പൊ ഉമ്മ അത് അച്ചാറിടാൻ വേണ്ടിട്ട് ഇഞ്ചി ഇതൊക്കെ പച്ചമുളകൊക്കെ ചതക്കിയൊക്കെ അമ്മ ഇതൊക്കെ ചതക്കിയൊക്കെ ഞാൻ കാണിച്ചു തരാം എങ്ങനെ അച്ചാർ ഇടുന്നത് എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാക്കണ ഉമ്മ അച്ചാർ ഇടാനുള്ള പരിപാടിയൊക്കെ തുടങ്ങിട്ടോ. അപ്പൊ എണ്ണയിലാട്ടോ അച്ചാർ ഇടുന്നത്. നല്ലെണ്ണ ഒഴിച്ച് അതിക്ക് കടുക് ഉലുവ ഒക്കെ ഇട്ട് പൊട്ടിച്ചു കൊടുക്കുക. അത് ചൂടായില്ലേനുമ്മ? പൊട്ടില്ലല്ലോ, പുകയുണ്ട്. അപ്പൊ ഇതാട്ടോ നമ്മളെ മാങ്ങ, അതേപോലെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ചതക്കിയതാട്ടോ. പൊട്ടുണ്ട്. അപ്പൊ അത് കഴിക്ക് ഉമ്മ ഇടാൻ പോവാണ്. സാധാരണ ആദ്യമൊക്കെ ഉമ്മ ഇങ്ങനെ അച്ചാറിടുമ്പോ ചതക്കലല്ലേനിട്ടോ, ഇതാക്കലല്ലേനോ, അരിയലല്ലേനോ, ചെറുതാക്കിയാണ്ട് ഇങ്ങനെ അരിയൂട്ടോ. ഇപ്പൊ ഉമ്മ ഇന്നിപ്പൊ ചതക്കിയേക്കാണ്. ഓരോ അച്ചാറിടലും ഓരോ പരീക്ഷണങ്ങളേക്കാരട്ടോ, വേറെ മോഡലേക്കാരം. ഇന്നത്തെ എങ്ങനെ ഉണ്ട് നമുക്ക് കൂട്ടി നോക്കാം. ഇതിന്റെ ഇടക്ക് ഞാനൊന്ന് പോയിട്ടോ, ഞാൻ പോയി വന്നപ്പോത്തിന് ഉമ്മ പൊടികളൊക്കെ ഇട്ട്. പൊടികള് പറഞ്ഞാല് ഇതൊക്കെ പൊടിച്ച് വെച്ചിനി. ഉലുവ കടുക് ആക്കെ വറുത്തിണമ്മ. ഉലുവ കടുകും വറുത്തിന് കേട്ടോ. വറുത്ത് പൊടിച്ച് അത് ഇട്ടുകൊടുത്ത് പിന്നെ ലേശം മഞ്ഞപ്പൊടി മുളകും പൊടി അല്ലേ, മുളക് പൊടി കുറച്ചധികം അതും ഇട്ട് പിന്നെ എന്താ ആ ഇതൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടമ്മ. ഇനി ഇതിങ്ങനെ ഇളക്കുക. അച്ചാർ പൊടി ഒന്നും അച്ചാർ പൊടി ഇടൂലല്ലോ, അച്ചാർ പൊടി ഒന്നും യൂസ് ചെയ്യണല്ലോ കേട്ടോ നമ്മൾ അച്ചാറിൽ. പക്ഷെ അച്ചാർ പൊടി ഇട്ടില്ല എന്ന് തോന്നൂല, നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ എല്ലാരും പറയും. പക്ഷെ എനിക്ക് അത്ര മാങ്ങ അച്ചാറിനോട് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഇമ്മ കൈപ്പങ്ങ അച്ചാർ ഇടും, അത് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. കൈപ്പങ്ങ അച്ചാർ നല്ല രസമാണ്. പക്ഷെ മാങ്ങ അച്ചാറിനോട് എനിക്ക് അത്ര ഒരു താല്പര്യം ഇല്ല. പക്ഷെ എല്ലാരും പറയും നല്ല രസമാണ് എന്ന്. അത് കൊള്ളൂലല്ലേ? അപ്പൊ മാങ്ങ അച്ചാർ ആയോണ്ട് നിൽക്കുകയാണ്. ഇതിനെ ഞാൻ കുറച്ചേരം മസാലയിൽ ഇട്ടാണ്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കൂട്ടോ അമ്മ. എന്താ പറയാ, ഒന്നിങ്ങനെ വയറ്റുമ്പോ അത് നല്ല രസമാണ്. ഇമ്മമ്മച്ചി എന്ന് പറയണത് എന്റെ അമ്മ കേട്ടോ. മുട്ടായി എടുക്കാനും വേണ്ടി ഇപ്പൊ ഉമ്മാനെ വലിച്ചു പോയി. നമ്മള് ഇമ്മാനെ കുട്ടികള് ഇമ്മമ്മച്ചി എന്നാട്ടോ പറയല്. ഇതാട്ടോ എന്റെ ഉമ്മ അച്ചാർ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഓള് പോയി. അതാണ് മറ്റോളെ വലിയ മകള് കേട്ടോ. ഓക്ക് 2 കുട്ടികളാണ്, ഒരു മോളും ഒരു മോനും കേട്ടോ. ഇനി വെള്ളം വരപ്പോ സുർക്കാരൂലമ്മ തന്നെ. അപ്പൊ വെള്ളം ഒഴിച്ചിട്ട് ഇനി അതിനെ വേവിക്കുകയാണല്ലോ അമ്മ. എന്നിട്ട് അപ്പൊ അത് വെന്തിട്ട് ഇനി സുർക്ക് ഒഴിക്കുള്ളൂ എന്നമ്മ പറയണത്. ഇമ്മാന്റെ കൈപ്പങ്ങ അച്ചാർ റെസിപ്പി വേണേ വിട്ട് നമ്മൾ കാണിച്ചു തരണ്ട കേട്ടോ. കൈപ്പങ്ങ കിട്ടുമ്പോലേ ഇമ്മ നല്ല രസത്തിലിടും കേട്ടോ കൈപ്പങ്ങ അച്ചാർ. എനിക്ക് നല്ല ഇഷ്ടം അമ്മാന്റെ. ഇത് മാങ്ങാച്ചാറിനോട് ഞാൻ അത്ര കേട്ട് എനിക്ക് അതേ ഇഷ്ടമല്ല കേട്ടോ. നാരങ്ങാച്ചാറ് മാങ്ങാച്ചാറ് അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഈ പച്ചക്കാരക്കല്ലേ,
അത് അച്ചാറിടും, അത് നല്ല ടേസ്റ്റാ. അത് കുറച്ച് നിങ്ങൾ കയ്പങ്ങ അച്ചാറിൽ മധുരം ഇടല്ലേ? ആ മധുരം ഇട്ടാണ് ഉണ്ടാക്കണ അച്ചാറുകളൊക്കെ എനിക്ക് ഇഷ്ടാട്ടോ. ഇത് ഇങ്ങനെ ഈ വെള്ളമൊക്കെ വറ്റണല്ലോ, വറ്റുമ്പോഴത്തേനും ആ മാങ്ങ കുറച്ചിങ്ങോട്ട് സെറ്റ് ആവും ചെയ്യും. കുറച്ചും കൂടി ഉണ്ട് കേട്ടോ മാങ്ങ. അത് ഞത്താട്ടണ് അതിക്കിടുക. അപ്പൊ ഇനി വേവട്ടോ, വെന്തിട്ടാണ് ഇനി ബാക്കി പരിപാടികളൊക്കെ. അച്ചാറ് സെറ്റ് ആയിട്ടോ, അമ്മ സുറുക്കിയൊക്കെ ഒഴിച്ച് അല്ലേ, ആ വെള്ളമൊക്കെ നല്ലോണം വറ്റിട്ടോ. വെള്ളം അമ്മ ഒഴിച്ച് അതൊക്കെ നല്ലോണം വറ്റിച്ചെടുത്താണ്ട് അപ്പൊ മാങ്ങ ഇതാ കുറച്ചിങ്ങനെ ഇങ്ങനെ പൊന്തിക്കും മാങ്ങാശിന്. അതിങ്ങനെ കുറച്ച് നല്ലോണം ആയിട്ടോ, അല്ലേ, വേവായ പോണായി. എന്നിട്ട് അതിക്ക് ഉമ്മ എന്താക്കി സുറുക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ. അപ്പൊ അച്ചാറ് സെറ്റായി. അപ്പൊ ഇതാണ് ഉമ്മാന്റെ അച്ചാർ. ഇനി ഒരു 2 ദിവസം അതിങ്ങനെ നിക്കണം അല്ലേ, അപ്പളേ അതിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ ഇങ്ങോട്ട് ഇറങ്ങുള്ളൂ. അപ്പൊ അച്ചാറ് റെഡി ആയിട്ടു. അപ്പൊ നമ്മൾ അച്ചാറൊക്കെ അടിപൊളി അച്ചാറ് റെഡി ആയിട്ടോ. അച്ചാറിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ്. അപ്പൊ ഇനി ഇമ്മ ടേസ്റ്റ് നോക്കാനും വേണ്ടി എങ്ങനെ ഉണ്ട് നോക്കാനും വേണ്ടി കുറച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. നോക്കൂ മാഡം, അച്ചാറോ എങ്ങനെ ഉണ്ട് നോക്കൂ. ഉണ്ടോ? അടിപൊളി. ഞാൻ അത്ര മാങ്ങാച്ചാറ് എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഇഷ്ടമില്ല. എനിക്കല്ല ഇഷ്ടം. തിന്നോക്കട്ടെ. ഇതിന് നല്ല ടേസ്റ്റിലൊരു മാങ്ങയാണ് ഇപ്പോൾ. നല്ല രസം. ആ ടേസ്റ്റിലെ മാങ്ങ.